ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈസി ആയിട്ടൊരു പാൽപ്പായസം നമുക്ക് തയ്യാറാക്കാൻ കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയുമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതുപോലെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി പായസം തന്നെ കിട്ടും കേട്ടോ. ഞാനിവിടെ ഒരു 2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. അതിനായിട്ട് ഞാനിവിടെ പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ആ 2 ലിറ്റർ പാലൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ ഈ ഒരു പാക്കറ്റ് പാലാകുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ പാക്കറ്റ് പാൽ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു അടിപ്പിടിച്ചൊരു മണം വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ളത് ഒരു ബൗൾ മിൽക്ക് മെയ്ഡ്, അര ബൗൾ ജവ്വരി, ഒരു 300 ഗ്രാമിൻ്റെ അളവിൽ പായസ സേമിയ, ഒരു 12-13 ഏലക്കായ. അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജവ്വരി നല്ലപോലെ ഒന്ന് വേകാനിടാം കേട്ടോ. ജവ്വരി വേകാനിടുമ്പോൾ കുറച്ചധികം വെള്ളം വെക്കണം കേട്ടോ, അല്ലെങ്കിൽ തിളച്ച് വന്നാൽ പെട്ടെന്ന് അത് ഉടഞ്ഞ് കട്ടയായി പോകും. അതുകൊണ്ട് കുറച്ചധികം വെള്ളം തന്നെ വെക്കണേ. നല്ലപോലെ നമ്മുടെ ജവ്വരി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇതുണ്ടോ, ഏകദേശം വേവായിട്ടുണ്ട്. നമ്മൾ നല്ല കണ്ണ് പോലെ ഇങ്ങനെ ബബിൾസ് പോലെ വരണം കേട്ടോ നമ്മുടെ ജവ്വരി. അപ്പോൾ കറക്റ്റ് വേവാവുക. ഇതുണ്ടോ, ഒന്നും ഉടയാതെ കറക്റ്റായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയില്ലേ അതൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലത്തെ ഒരു നീളത്തിൽ ഈ ഒരു അളവിൽ വേണ്ട പൊട്ടിക്കാനായിട്ട്. നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കരുത്, ഒരുപാട് നീളത്തിലാക്കരുത് കേട്ടോ. പിന്നെ പായസത്തിന് സേമിയ എടുക്കുമ്പോൾ പായസ സേമിയ തന്നെ എടുക്കണേ. ഉപ്പുമാവിന് സേമിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പായസം അങ്ങനെ ഒട്ടിപ്പോകും കേട്ടോ. സേമിയൊക്കെ ഉടഞ്ഞു പോകും, നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. സേമിയൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ബോൾ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്കായ നല്ലപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മുടെ സേമിയില്ലേ അതൊന്ന് അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വറുക്കണം, പക്ഷേ ഫുള്ളിൽ വെക്കുകയേ ചെയ്യരുത്. സിമ്മിൽ വെച്ച് തന്നെ നല്ലപോലെ വറുത്തെടുക്കണം. കളറൊന്നും മാറാൻ പാടില്ല, ഒരു ബ്രൗൺ കളർ ആവുകയേ ചെയ്യരുത്. സിമ്മിൽ വെച്ച് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന ഒരു പരുവാകുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്താലും നല്ലപോലെ ഇളക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇതാണ്ടോ ചെറുതായിട്ടൊരു കളർ മാറ്റം, ആ ഒരു മാറ്റം ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ. നല്ലപോലെ മുരിഞ്ഞ് കളറ് മാറരുത്. അങ്ങനെയാണെങ്കിൽ പായസത്തിൻ്റെ ഭംഗിയും പോകും, ടേസ്റ്റും പോകും കേട്ടോ. ഞാനിതാ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കപ്പ് വെള്ളവും ജവ്വരി വേവിച്ച് വെച്ചില്ലേ ആ വെള്ളം ബാക്കി അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സേമിയയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സേമിയൊക്കെ കട്ട പിടിച്ച് പോകും കേട്ടോ. ഓരോരോ കട്ടയായി കിടക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ സേമി പെട്ടെന്ന് ഉടഞ്ഞും പോവില്ല. ഇതാ നമ്മുടെ സേമി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് ഉടയാതെ വേണം ഇളക്കാനായിട്ട്. ഇനി നമുക്ക് തിളപ്പിച്ച പാലില്ലേ അതുകൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതിനുശേഷം പഞ്ചസാരയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മുടെ വേവിച്ച് വെച്ച ജവ്വരിയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ജവ്വരിയും നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ പായസം നല്ലൊരു കുറുകിയൊരു സ്ട്രക്ചറിൽ കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സേമിയൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതുണ്ടോ സേമി നല്ലപോലെ വെന്തിട്ടുണ്ട്, ഉടഞ്ഞിട്ടുമില്ല കേട്ടോ. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് കുറുകാൻ വെക്കുക കേട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതൊക്കെ ഒന്ന് വറുത്ത് കോരിയിട്ട് വരാം. അതിനായിട്ട് ഒരു 3 സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇടുക കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് കളർ മാറരുത്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് നമുക്ക് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒരു ബബിൾ വരുന്നൊരു സമയമാകുമ്പോൾ നമുക്കതിൽ നിന്നും കോരിയെടുക്കാം കേട്ടോ. മുന്തിരിയുടെ കളറൊന്നും മാറാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ കളറും മാറിപ്പോകും. അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു കരിഞ്ഞ ചുവയൊക്കെ ആയി പോകും കേട്ടോ. പാൽപ്പായസം എപ്പോഴും നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കണം കേട്ടോ. നമ്മുടെ മുന്തിരിയോ അല്ലെങ്കിൽ സേമിയയോ കരിയോ കളറ് മാറുകയോ ചെയ്താൽ അതിന് കളറ് മാറിപ്പോകും. അതിനുശേഷം അതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമ്മുടെ മിൽക്ക് മെയ്ഡും ചേർക്കുക. മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ആക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അതിനുശേഷം ഏലക്കായും കൂടെ ചേർത്തിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തില്ലേ ആ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി തിളയ്ക്കാൻ വയ്ക്കാൻ പാടില്ല. ഇതാണ്ട് ഇപ്പോൾ ഇങ്ങനെ ലൂസ് ഉണ്ടെങ്കിലും നമ്മുടെ മിൽക്ക് മെയ്ഡും
നമ്മുടെ ചൊവ്വരയൊക്കെ ചേർത്തുകൊണ്ട് ചൂടാറിക്കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് കുറുകി വരും കേട്ടോ. ഇതുപോലെ ആയിരിക്കും നമ്മുടെ പായസം ഉണ്ടാവുക. നമ്മൾ ഓഫാക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു കുറുക്കത്തിൽ എടുക്കുകയാണെങ്കിൽ ആറിപ്പോയാൽ കട്ടയായി പോകും കേട്ടോ. അതുകൊണ്ട് ഓഫാക്കുന്ന സമയത്ത് കുറച്ച് ലൂസിലും അതിനുശേഷം ചൂടാറിയിട്ട് കറക്റ്റ് സ്ട്രക്ചറിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി പാൽപ്പായസം കിട്ടും കേട്ടോ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ.